ഹായ് ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട് മൈസൂർ ചെറിയൊരു കാനന യാത്രയാണ്. താലൂർ അതിർത്തി കഴിഞ്ഞ് നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചതും ദാ നോക്കൂ, വഴിയിൽ മരങ്ങൾക്കിടയിൽ ഒരു വലിയ കാട്ടാന നിൽക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കാടിൻ്റെ യഥാർത്ഥ അവകാശിയായ ഒരു കൊമ്പനെ ഇത്രയും അടുത്തു നിന്ന് കാണാൻ സാധിച്ചത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. വന്യതയുടെ കറക്റ്റ് വൈബിലാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇതാ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും വന്യതയും ഭംഗിയും കൂടി വരികയാണ്. ഈ പഴയ കോൺക്രീറ്റ് അർച്ചുപാലം കണ്ടോ? പച്ചപ്പിന് നടുവിലുള്ള ഈ പാലവും അതിൻ്റെ പരിസരവും ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് തരുന്നത്. വലിയ മരങ്ങളും കാട്ടുചെടികളും നിറഞ്ഞ ഈ റൂട്ടിലൂടെയുള്ള ഡ്രൈവിംഗ് ശരിക്കും മനസ്സിന് ഒരു പ്രത്യേക സുഖമാണ് തരുന്നത്. വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് നമ്മൾ സാധാരണ മുത്തങ്ങ വഴി ബന്ദിപ്പൂർ നാഷണൽ ഹൈവേയിലൂടെയാണ് പോകാറുള്ളത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ യാത്ര കുറച്ച് സ്പെഷ്യലാണ്. അധികം ആളുകൾ പോകാത്ത വന്യതയും പ്രകൃതി ഭംഗിയും നിറഞ്ഞ മറ്റൊരു കാട്ടുപാതയിലൂടെയാണ് നമ്മൾ ഇന്ന് മൈസൂരിലേക്ക് വണ്ടി തിരിക്കുന്നത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് താലൂർ വഴി തമിഴ്നാട് അതിർത്തി കടന്നുള്ള ആ മനോഹരമായ കാനന യാത്രയുടെ വിശേഷങ്ങളാണ് കേരള ട്രാവൽ പാക്സിലൂടെ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. നമ്മൾ യാത്രയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ ആനകൾ കൂട്ടത്തോടെ സ്ഥിരമായി റോഡ് മുറിച്ചു കടക്കുന്ന മേഖലയാണിത്. വന്യമൃഗങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഈ പ്രദേശത്ത് വാഹനങ്ങളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററായി വനം വകുപ്പ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ വേണം ഇവിടെ മുമ്പോട്ട് പോകാൻ. ആനകളെ മാത്രമല്ല കേട്ടോ, ഈ യാത്രയിലുടനീളം വഴി നീളെ കൂട്ടത്തോടെ നിൽക്കുന്ന പുള്ളിമാനുകളെയും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. കാടിൻ്റെ വന്യതയ്ക്കൊപ്പം റോഡരികിൽ പേടിയൊന്നുമില്ലാതെ പുല്ലുമേഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര മാനുകളുടെ കാഴ്ചയും വളരെ ഭംഗിയുള്ളതാണ്. നമ്മളിപ്പോൾ തമിഴ്നാട് അതിർത്തികൾ പിന്നിട്ട് കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. റോഡരികിൽ കടുവയും പുലിയുമൊക്കെ നിൽക്കുന്ന മനോഹരമായ ബോർഡ് കണ്ടോ? അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ദാ നമ്മൾ കർണാടകയുടെ വെൽക്കം ടു കർണാടക എന്നെഴുതിയ ആ വലിയ സ്വാഗത കവാടവും കാണാം. ഇവിടെ നിന്നും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് തമിഴ്നാട് വനംവകുപ്പിൻ്റെ കാർഗുഡി റേഞ്ച് ഓഫീസ് കെട്ടിടം കാണുന്നത്. ശരിക്കും ഈ ഭാഗത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ആന വളർത്തൽ മെഡിക്കൽ കേന്ദ്രമായ തേപ്പക്കാട് ആന ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഓസ്കാർ അവാർഡ് നേടിയ ദി എലിഫന്റ് വിസ്പറേഴ്സ് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്ന വഴിയിലുടനീളം ഇത്രയധികം ആനകളെയും മാനുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ മൃഗങ്ങൾ മാത്രമല്ല, ചെറുജീവികളുടെയും പക്ഷികളുടെയും ഒക്കെ വലിയൊരു ലോകമാണ് ഈ കാനനപാത. ബന്ദിപ്പൂർ കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഇനി നമ്മൾ ഗുണ്ടൽപേട്ട് വഴി നേരെ മൈസൂരിലേക്ക് കടക്കും. സാധാരണ പോകുന്ന റൂട്ടുകളിൽ നിന്നും മാറി വ്യത്യസ്തമായ കാഴ്ചകളും ഒപ്പം ഒരുപാട് അറിവുകളും തരുന്ന വയനാട് മൈസൂർ യാത്രയിൽ തീർത്തും തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ ഈ വിവരണങ്ങളും കാനന യാത്രയിലെ ആനകളുടെയും മാനുകളുടെയും ദൃശ്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.